വൈകി വരുന്ന തിരിച്ചറിവ്. ഓസ്ട്രേലിയൻ എഴുത്തുകാരിയും മോട്ടിവേഷണൽ സ്പീക്കറുമായ ബ്രോണി വെയർ എഴുതിയ ഒരു പുസ്തകമാണ് ദി ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. ഒരു സ്വാന്തന പരിപാലന കേന്ദ്രത്തിൽ നേഴ്സായി ജോലി നോക്കിയ കാലത്തെ ചില അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ഒരു പുസ്തകമാണിത്. അതിലവർ ഒരിടത്തു പറയുന്നത് ഇങ്ങനെ: മരണക്കിടക്കയിൽ പലർക്കും ഉണ്ടായിരുന്ന പൊതുവായ ഒരു സങ്കടം മറ്റുള്ളവർ എന്തു ചിന്തിക്കുമെന്ന വേവലാതിയില്ലാതെ എനിക്ക് എൻ്റേതായ രീതിയിൽ ജീവിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. സ്റ്റീവ് ജോബ്സും പറഞ്ഞത് ഇതുതന്നെയാണ്. ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ഏറ്റവും പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ഞാൻ മരിച്ചു പോകുമെന്ന സ്വയം ഓർമ്മിപ്പിക്കലിനെയാണ്. കാരണം എല്ലാ പ്രതീക്ഷകളും എല്ലാ അഭിമാനവും മരണത്തിൻ്റെ മുൻപിൽ ഇല്ലാതാകുന്നു. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവ മാത്രം അവശേഷിക്കുന്നു. നിങ്ങൾ മരിക്കുമെന്ന് ഓർമ്മിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്നതിൻ്റെ കെണി ഒഴിവാക്കാൻ എനിക്കറിയാവുന്ന ഏറ്റവും നല്ല മാർഗം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന ഭയമാണ് നമ്മെ ഭരിക്കുന്ന ഏറ്റവും വലിയ ഭയം. എന്നാൽ ഈ ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുമെന്ന് ഓർമ്മിക്കുകയാണ്. നമ്മളെക്കുറിച്ച് എല്ലാവരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വേവലാതിപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു. എന്നാൽ 60കളും 70കളും കഴിയുമ്പോൾ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നു: ആരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നില്ല എന്ന്. ആളുകൾ കൂടുതലും അവരവരെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കാറ്. നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്നോ എത്രമാത്രം മികച്ച രീതിയിൽ ചെയ്യുന്നുവെന്നോ ചിന്തിക്കാൻ ആളുകൾക്ക് സമയമില്ല. കാരണം എല്ലാവരും അവരവരുടേതായ ജീവിത നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വലിയ തോതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ ആളുകളുടെ ശ്രദ്ധ ഒരു പക്ഷേ അല്പനിമിഷത്തേക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാം. എന്നാൽ ആ ശ്രദ്ധ പെട്ടെന്ന് തന്നെ അവരവരിലേക്ക് തന്നെ മടങ്ങി പൂർവ്വസ്ഥിതി പ്രാപിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്തു വിചാരിക്കുമെന്ന് ഭയക്കാതെ നമ്മിലെ ക്രിയാത്മകതയെ പരിപോഷിപ്പിച്ച് മുന്നേറുക.